ഞാൻ നിങ്ങളുടെ കയ്യിൽ ഒരു തണ്ണിമത്തൻ ഏൽപ്പിക്കുന്നു, അഥവാ ഒരു വാട്ടർ മേലൻ. എന്നിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ അതിനെ 10 കഷ്ണങ്ങളാക്കണം. ആ 10 കഷ്ണങ്ങളാക്കിയതിന് ശേഷം അതിനകത്തെ ഒരു കഷ്ണത്തെ വീണ്ടും 4 കഷ്ണമാക്കി മാറ്റി അതിലൊരു കഷ്ണം ദാഹിച്ചിരിക്കുന്ന ഒരാളുണ്ട്, അയാൾക്ക് കൊണ്ടുപോയി കൊടുക്കണം എന്ന് ഞാൻ പറഞ്ഞാൽ, ഒരാൾ പറയുകയാണ് അത് കൊടുക്കാൻ പറ്റില്ല, അതും എനിക്ക് വേണം എന്ന് പറഞ്ഞാൽ, ആ തണ്ണിമത്തം കൊടുത്ത എന്നോട് അയാൾ കാണിക്കുന്ന നന്ദികേട് എത്രമാത്രം ഗൗരവമുള്ളതാണ് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എത്രമാത്രം ഗൗരവമുള്ളതാണ്. ഇത് തന്നെയാണ് സക്കാത്ത് കൊടുക്കാതിരിക്കുക എന്ന് പറയുമ്പോൾ അയാൾ കാണിക്കുന്ന നന്ദികേട്. നിങ്ങളുടെ മനസ്സിൽ നിങ്ങളതൊന്ന് കൊണ്ടുവന്ന് ആലോചിക്കണം. ഒരു തണ്ണിമത്തൻ, അത് ഞാൻ പറയാതെ നിങ്ങൾ ഏൽപ്പിച്ചിട്ട് ഞാൻ പറയുന്നു, അതിനെ 10 കഷ്ണങ്ങളാക്കി അതിനകത്ത് ഒരു കഷ്ണത്തിനെ വീണ്ടും 4-1 മാറ്റി, ആ 4-1 സഹോദരി സഹോദരന്മാരെ 2.5% എന്ന് പറയുന്നത്. 2.5% എന്ന് പറയുന്ന ആ 4-1. അത് ദാഹിച്ചിരിക്കുന്ന ഒരാൾക്ക് കൊടുക്കണം എന്ന് പറയുമ്പോൾ അത് ഞാൻ കൊടുക്കൂല, അതും എനിക്ക് വേണമെന്ന് പറഞ്ഞ് അതുകൂടി കഴിക്കുന്നവൻ ആ കൊടുത്ത ആളോട് കാണിക്കുന്ന നന്ദികേട് എത്രമാത്രം ഡെപ്തും ഡെൻസിറ്റിയും ഗ്രാവിറ്റിയും ഇന്റൻസിറ്റിയും ഉള്ളതാണ് എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം. ഇത് തന്നെയാണ് സമ്പത്ത് നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചതിന് ശേഷം അത് ഏൽപ്പിച്ച നാഥൻ വംഫിക്കും മിമ്മാ റസഖ്നാക്കും, ഞാൻ നൽകിയ സമ്പത്ത് കൊടുക്കണമെന്നാണ് അല്ലാഹ് പറയുന്നത്, അല്ല നിങ്ങൾ സമ്പാദിച്ചതിൽ നിന്ന് കൊടുക്കണമെന്നല്ല പറയുന്നത്. ഞാൻ നിങ്ങൾക്ക് നൽകിയ വിഭവത്തിൽ നിങ്ങൾ ചെലവഴിക്കണം. അത് അള്ളാഹു നമുക്ക് നൽകിയതാണ്. ആ സമ്പത്തിൽ നിന്ന് നീ അന്വേഷിക്കേണ്ട നിന്റെ മാതാപിതാക്കൾ, നിന്റെ ഭാര്യ, നിന്റെ ഇണകൾ, അതേപോലെ തന്നെ നിന്റെ മക്കൾ, അവരുടെ ഒക്കെ ചികിത്സയും അടിസ്ഥാന ചെലവുകൾ നീ എടുത്തോളൂ. എന്നിട്ട് ബാക്കി വരുന്ന തുകയിൽ അതിനെ നീ 10 എന്നിട്ട് അതിന്റെ ഒരു വിഹിതത്തെ വീണ്ടും 4-1 എന്നിട്ട് ആ ഒരു വിഹിതം ദരിദ്രനായ ഒരു മനുഷ്യനുണ്ട്, അയാൾക്ക് കൊണ്ടുപോയി നീ കൊടുക്കണമെന്ന് പറയുമ്പോൾ അതും കൂടി ഞാൻ എടുക്കും എന്ന് പറയുന്ന നേരത്തെ തണ്ണിമത്തന്റെ അതേ ന്യായശാസ്ത്രമാണ് ഇവിടെയും അയാൾ പ്രയോഗിക്കുന്നത്. എത്രമാത്രം നന്ദികേടാണ് തന്റെ നാഥനോട് കാണിക്കുന്നത് അത് ചെയ്യുന്നതിലൂടെ എന്ന് മനസ്സിലാക്കാൻ ഈ ഉദാഹരണം മതിയാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.